നമസ്കാരം. ലോക മാനസികാരോഗ്യ ദിനാചരണ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഉന്മാദ വിഷാദ രോഗം അഥവാ ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കാൻ ഇവിടെ അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ KP ജയപ്രകാശ്, അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സൈക്കാട്രി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം; ഡോക്ടർ അരുൺ B. നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്കാട്രി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം; ആൻഡ് ഡോക്ടർ മോഹൻ റോയ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്കാട്രി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഡോക്ടർ, ഫസ്റ്റ് ഡോക്ടർ KP ജയപ്രകാശ് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം മനസ്സിൻ്റെ സുസ്ഥിരമായ വൈകാരിക താളമാണ് ഭാവം എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു താളപ്പിഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവിക ജീവിതം ആകെപ്പാടെ താറുമാറാവുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള മൂഡ് ഡിസോർഡറുകളിൽ വളരെ തീക്ഷ്ണതയേറിയ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥയാണല്ലോ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ബൈപോളാർ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഈ പേരിൽ തന്നെ രോഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ട്. തീർച്ചയായിട്ടും. ബൈപോളാർ എന്ന് വെച്ചാൽ രണ്ട് ധ്രുവങ്ങൾ. മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വൈകാരിക അവസ്ഥയിലുള്ള തകരാറ്. അപ്പം ബൈപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികാവസ്ഥ രണ്ട് ധ്രുവങ്ങളിലേക്ക്, അതായത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും, കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഉന്മാദത്തിൻ്റെയും വിഷാദത്തിൻ്റെയും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ. അത് നമുക്കെല്ലാം ഈ സന്തോഷവും സങ്കടവും ഉണ്ട്, അത് മാറി മാറി വരും. ആ ഒരു സന്തോഷം സങ്കടം എന്നുള്ള വ്യതിയാനം നമ്മുടെ എല്ലാ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ബൈപോളാർ മൂഡ് ഡിസോർഡറിൽ ഇതിൻ്റെ ഒരു അങ്ങേയറ്റത്തോട്ട്, സന്തോഷം അതിൻ്റെ അങ്ങേയറ്റത്തോട്ട് ഒരു ഉന്മാദാവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിൽ പോകും. അത് മാസങ്ങളോളം നിലനിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ സങ്കടത്തിൻ്റെ ഒരു ധ്രുവത്തിലേക്ക്, മറുധ്രുവത്തിലേക്ക് പോകും. അതും മാസങ്ങളോളം നിലനിൽക്കും. ഇതിങ്ങനെ മാറി മാറി വരുന്ന ഒരവസ്ഥ. ഇതിനിടയിൽ ചിലപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു വൈകാരികാവസ്ഥ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പം അങ്ങനെ മാറി മാറി വരുന്ന ഒരു അസുഖമാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ തീവ്രമായ ഗുരുതരമായ ഒരവസ്ഥയിൽ മാത്രമല്ല ഉണ്ടാവുക. അത് വളരെ ലഘുവായ അവസ്ഥ മുതൽ വളരെ ഗുരുതരമായ അവസ്ഥ വരെ, തീവ്രമായ അവസ്ഥ വരെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക്, ഈ രോഗമുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഉന്മാദാവസ്ഥയിലേക്കുള്ള വ്യതിയാനം കുറച്ച് കുറവും വിഷാദാവസ്ഥയിലേക്കുള്ള വ്യതിയാനം വളരെ കൂടുതലുമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആ വ്യതിയാനത്തിൻ്റെ തോത്, രണ്ട് സൈഡിലേക്കുള്ള വ്യതിയാനത്തിൻ്റെ തോത് എന്നുള്ളത് വിവിധ വ്യക്തികൾക്ക്, രോഗം ബാധിച്ച വിവിധ വ്യക്തികൾക്ക് ഏറിയും കുറഞ്ഞു ഇരിക്കും. ചിലർക്ക് വെറും ഉന്മാദം മാത്രമായിരിക്കാം, അപൂർവമായി വിഷാദത്തിലേക്ക് പോകത്തില്ല. അതേസമയം മറ്റു ചിലർക്കാണ് ചെറിയൊരു ഉന്മാദാവസ്ഥയും വളരെ കടുത്ത വിഷാദാവസ്ഥയാവാം. അപ്പോൾ ഇതിൻ്റെ പലതരം സംഗതികൾ, കോമ്പിനേഷനുണ്ട്. അതിനു പുറമേ ഇതിനൊരു തുടർച്ചയുണ്ട്. നമ്മൾ സ്വാഭാവികമായ ഉന്മാദ വിഷാദ സങ്കട സന്തോഷം എന്നുള്ള വ്യതിയാനത്തിന് നിന്ന് തുടങ്ങിയിട്ട് അങ്ങേയറ്റത്തെ കടുത്ത രോഗാവസ്ഥ വരെയുള്ള ഒരു തുടർച്ച ഈ രോഗം ബാധിച്ച ആളുകളിൽ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ബൈപോളാർ, അതായത് ഉന്മാദ വിഷാദ രോഗം എന്താണെന്ന് ഡോക്ടർ സൂചിപ്പിക്കുന്നുണ്ടായി. ഡോക്ടർ അരുൺ B. നായർ, അപ്പോൾ എന്താണ് ഈ ഉന്മാദ വിഷാദ രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു മാനസിക രോഗത്തിൻ്റെയും കാരണം എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ലളിതമായൊരു ഉത്തരം നൽകുകയാണെങ്കിൽ രണ്ട് കാരണങ്ങൾ ഇതിൻ്റെ പുറകിൽ കാണാറുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ചില വ്യക്തികളിൽ മനോരോഗ സാധ്യതകൾ കൂടുതലാണ്. അത് ഈ ഉന്മാദ വിഷാദ രോഗത്തിനും ബാധകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം ജനിതകമായിട്ട് കുറച്ച് സാധ്യത കൂടുതലായിട്ട് ഉന്മാദ വിഷാദ രോഗം കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച്, പാരമ്പര്യ സാധ്യത ഇല്ലാത്തവരെ അപേക്ഷിച്ച് അല്പം കൂടെ കൂടുതൽ സാധ്യത അതിന് വരുന്നു. അതേപോലെ ഈ മസ്തിഷ്കത്തിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ താളപ്പിഴകൾ വന്നിട്ടുള്ള ആളുകൾക്ക്, അത് ബുദ്ധി വളർച്ച കുറവാകാം, ചെറുപ്രായത്തിൽ മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങളാകാം, ഇനി ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ, ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്ന സംഗതിയുടെ വ്യതിയാനങ്ങൾ, ഇങ്ങനെയുള്ള പലതരം ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ കൊണ്ട് ചില വ്യക്തികളിൽ ഈ ഉന്മാദ വിഷാദ രോഗ സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ജീവിതത്തിലെ സമ്മർദ്ദ സാഹചര്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തിലെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിൽ ഓരോ തരം അനുഭവമായിരിക്കും സമ്മർദ്ദമായി വരുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയെ കാണാതിരിക്കുന്നതായിരിക്കാം വലിയ സമ്മർദ്ദം.
കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പഠനമായിരിക്കാം വലിയ സമ്മർദ്ദം. കോളേജിലെത്തുമ്പോൾ ചിലപ്പോൾ ഒരു പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളായിരിക്കാം. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ജോലി കിട്ടുന്നില്ല എന്നുള്ള സമ്മർദ്ദമാകാം. പിന്നെ ദാമ്പത്യത്തിലെ സമ്മർദ്ദം, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സംഗതിയായിരിക്കാം സമ്മർദ്ദം. അപ്പോൾ ജീവശാസ്ത്രപരമായ സാധ്യത ഉള്ള ആളുകൾക്ക് പലപ്പോഴും ചെറിയ തോതിലുള്ള ഒരു സമ്മർദ്ദ സാഹചര്യം വന്നാൽ പോലും അവർ ഈ പറഞ്ഞ ബൈപ്പോളാർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് മാറിപ്പോയെന്നിരിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദ്വിധ്രുവ വൈകാരിക രോഗം, അങ്ങനെയാണ് നമുക്ക് ബൈപ്പോളാർ ഡിസോർഡറിനെ കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിൽ പറയാവുന്നത്. ഈ രോഗാവസ്ഥയുടെ പ്രത്യേകത, ഈ രോഗം പ്രകടമാകുന്ന ആളുകളിൽ പലപ്പോഴും ഈ മസ്തിഷ്കത്തിലുള്ള ചില രാസ തന്മാത്രകളുടെ അളവിൽ വ്യത്യാസം കാണാം. ഉദാഹരണത്തിന് വിഷാദം എന്ന് പറയുന്ന അവസ്ഥ, വിഷാദത്തിന്റെ പ്രത്യേകത നമ്മൾ ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമത്തെ അല്ല വിഷാദ രോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ആഴ്ച കാലമെങ്കിലും സ്ഥായിയായി തുടർച്ചയായി സങ്കടഭാവം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൂടുതൽ സമയം സങ്കടം തോന്നുക, ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, ക്ഷീണം, കാരണമില്ലാത്ത ക്ഷീണം, ഇതൊക്കെയാണ് വിഷാദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതിന്റെ കൂടെ പലപ്പോഴും ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, കുറ്റബോധ ചിന്തകൾ, നിരാശ, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെ കാണാം. അപ്പൊ ഈ വിഷാദം, തീവ്രമായ വിഷാദം വരുന്ന സമയത്ത് മസ്തിഷ്കത്തിലെ സിറട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവിന്റെ അളവിൽ കുറവുണ്ടാകുന്നതായിട്ട് ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ചില ശാരീരിക ലക്ഷണങ്ങളും വിഷാദത്തിന്റെ ഭാഗമായിട്ട് വരാം. ശരീരത്തിൽ ചില വേദനകൾ, അല്ലെങ്കിൽ ഒന്നും ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ക്ഷീണാവസ്ഥ, ചില പെരുപ്പ്, തരിപ്പ്, അത്തരം ചില ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ള ആളുകളിൽ മസ്തിഷ്കത്തിൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ മറ്റൊരു രാസവസ്തുവിന്റെ അളവിലും കുറവ് കണ്ടിട്ടുണ്ട്. മറിച്ച് ഉന്മാദം എന്ന് പറഞ്ഞ അവസ്ഥ, മാനിയ, ഉന്മാദാവസ്ഥയുടെ പ്രത്യേകത ഒരാഴ്ച കാലമെങ്കിലും അമിതമായിട്ടുള്ള ചലനങ്ങൾ, അമിതമായിട്ടുള്ള സംസാരം, അമിത വേഗതയിലുള്ള പ്രവർത്തനങ്ങൾ, അമിത ഊർജ്ജസ്വലത. ഇതോടൊപ്പം ഈ വൈകാരിക ഭാവത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടാവും. ചില ആളുകളിൽ അമിത ആഹ്ലാദമാണ്. ഈ അമിത ആഹ്ലാദം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലുള്ള ആഹ്ലാദമാണ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് പോയി ഇടിച്ചു കയറി പരിചയപ്പെടുക, മറ്റുള്ളവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തുക, സ്ത്രീകളെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില അശ്ലീല ചുവയുള്ള കമന്റുകൾ പറയുക, അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ആ ലെവലൊക്കെ ചിലപ്പോൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ പറഞ്ഞ പോലത്തെ അമിത ആഹ്ലാദം, അല്ലെങ്കിൽ അമിത ദേഷ്യം. ഇതാണ് ഈ ഉന്മാദാവസ്ഥയുടെ വൈകാരിക ഭാവം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഉന്മാദാവസ്ഥയുള്ള ആളുകളിൽ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു രാസതന്മാത്രയുടെ അളവിൽ ഇത്തിരി കൂടുതലുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ദ്വിധ്രുവ വൈകാരിക രോഗത്തിന്റെ ചികിത്സ എന്ന് പറയുന്ന അടിസ്ഥാന ചികിത്സ, അതിൽ ഔഷധ ചികിത്സയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ഔഷധ ചികിത്സയിലൂടെ ചെയ്യുന്ന സാധാരണ ഈ പറഞ്ഞ തലച്ചോറിൽ വ്യതിയാനം വരുന്ന രാസതന്മാത്രകളുടെ അളവിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതുവഴി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരുപക്ഷെ ഈ ഒരു ഉന്മാദ വിഷാദ രോഗത്തിന്റെ കാരണമായിട്ട് നമുക്ക് പറയാം. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. ആരോഗ്യ ഭാരതത്തിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ മോഹൻ റോയ്, നമ്മൾ ബൈപ്പോളാർ ഡിസോർഡർ എന്താണെന്നും അതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മാനസിക രോഗാവസ്ഥയുള്ള ഒരാൾക്ക് അതിലെ ആ ഒരു സാധാരണ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം അപകടകരമാണ്, അദ്ദേഹത്തിന് പൂർണ്ണമായി അല്ലെങ്കിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് ഒരു അസുഖം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് 2-3 രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നം. ഏത് രോഗങ്ങളുടെയും ഒരു അനന്തരഫലം അങ്ങനെയാണ്. ഉന്മാദ വിഷാദാവസ്ഥയ്ക്കും ഇത് തന്നെയാണ് രീതി. ഉന്മാദമുള്ള ഒരു വ്യക്തി, ഉന്മാദത്തിൻ്റെ മാനസിക അവസ്ഥ എന്ന് പറയുമ്പോൾ അമിത സന്തോഷം, അമിത ദേഷ്യം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സാധാരണ. അമിത സന്തോഷവും അമിത ദേഷ്യവും വരുമ്പോൾ അതോടൊപ്പം സംഭവിക്കാവുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരോടൊക്കെ ഇടിച്ചു കയറി സംസാരിക്കാനുള്ള പ്രവണത. ഇവർക്ക് ഉറക്കം കുറവായിരിക്കും. സാധാരണ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ 4 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം തന്നെ ഇവർക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ തൻ്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കും. അതോടൊപ്പം ഇവർക്ക് കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. അപ്പോൾ വളരെ ഒരു അലോസരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സംസാരം വളരും. കൂടാതെ ഇവർ അധികമായി പണം ചെലവഴിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് വളരെയധികം ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളും ഇവർ ധൂർത്തടിക്കുന്ന ഒരവസ്ഥ, ധാരാളിയായ അവസ്ഥ. യഥാർത്ഥത്തിൽ നേരത്തെ ഡോക്ടർ ജയപ്രകാശ് സൂചിപ്പിച്ച ചെറിയ ഉന്മാദാവസ്ഥയുടെ ചില വ്യതിയാനങ്ങളിൽ ഈ പറയുന്ന ഒരു ധാരാളിത്തവും മറ്റുമൊക്കെ കാണുകയുള്ളൂ. നമ്മൾ സമൂഹത്തിലൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഒരു ധാരാളിയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ബൈപ്പോളാർ രോഗിയായിരിക്കും.
ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും വ്യക്തിക്ക് പ്രശ്നമുണ്ടാകും. ഇത്തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടാകും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്ത്രീകളോടൊരു ലൈംഗിക ചുമയുള്ള ഒരു സംസാരവും മറ്റുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ സമൂഹത്തിൽ പ്രശ്നമുണ്ടാകും. അതുപോലെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നം ഉന്മാദാവസ്ഥയിലുണ്ടാകും. വിഷാദാവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യത്തിലും ഒരു താല്പര്യവുമില്ല, ഉന്മേഷമില്ല, ഉത്സാഹമില്ല, ജീവിച്ചിരിക്കണമെന്നുള്ള ചിന്തയില്ല, ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ല. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളെല്ലാം അടഞ്ഞ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, തനിക്ക് ആത്മഹത്യ ചെയ്തേക്കാം. അത്തരത്തിൽ ഉന്മാദ വിഷാദ രോഗമുള്ളവരിൽ, വിഷാദ രോഗമുള്ളവർ പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാകുന്നു, കുടുംബത്തിന് പ്രശ്നമുണ്ടാകുന്നു, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുന്നു. ഇത്തരത്തിൽ തിരിച്ചറിയാതെ പോകുന്ന ഉന്മാദ വിഷാദ രോഗങ്ങളാണ് ഈ ആത്മഹത്യകളും മറ്റും കലാശിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രക്രിയ എന്താണെന്ന് നോക്കാം. ഇവരുടെ ചികിത്സ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഇവർക്ക് ഔഷധ ചികിത്സയാണ് പരമപ്രാധാനമായിട്ടുള്ളത്. അതിന് നമ്മൾ സാധാരണ നേരത്തെ മൂഡ് ഡിസോർഡറുകൾ എന്ന് മുകേഷ് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്ന മരുന്നാണ്. മൂഡ് സ്റ്റെബിലൈസർ എന്ന മരുന്നുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ്. നമ്മൾ സാധാരണ വീട്ടിലൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നു നോക്കിയ, വളരെ പുതിയ ഫ്രിഡ്ജാണ്, വളരെ നല്ലതാണെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ പോലും നമുക്ക് പുറത്തുനിന്ന് വരുന്ന വോൾട്ടേജ് വ്യതിയാനം താങ്ങാൻ ഈ ഫ്രിഡ്ജിന് സാധിച്ചില്ലെങ്കിൽ നമ്മളൊരു സ്റ്റെബിലൈസർ വാങ്ങിച്ച് വയ്ക്കും. ഫ്രിഡ്ജ് പുറത്തുനിന്നുള്ള വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കടത്തി വിടുന്നതുകൊണ്ട് ഫ്രിഡ്ജിന് കേടുപാടുകൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പുറത്തുണ്ടാകുന്ന വൈകാരിക വിക്ഷോഭങ്ങൾ ഒരു വ്യക്തിയെ ബാധിക്കാത്ത രീതിയിൽ വ്യക്തിയെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കാനായി മൂഡ് സ്റ്റെബിലൈസറുകൾ എന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കും. ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഈ വ്യക്തികൾ തീർച്ചയായും പിൻവാങ്ങണം. കാരണം ഏതൊരു ലഹരിയും ഈ അസുഖത്തെ വല്ലാത്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ദൈനംദിന ചര്യകൾ എല്ലാത്തിനും ഒരു ക്രമമുണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഔഷധ ചികിത്സയും മറ്റ് മനോസാമൂഹിക ചികിത്സയും അതുമായി ബന്ധപ്പെട്ട ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബത്തിൻ്റെ ഒരു താല്പര്യവും ഇതിൽ വളരെ പ്രാധാന്യമാണ്. കുടുംബം ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയോജ്യമായ രീതിയിലേക്കൊക്കെ പോകണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഈ വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ജീവിതം തന്നെ നയിക്കാൻ സാധിക്കും. ഓക്കെ, ഡോക്ടർ കെ പി പ്രകാശ്, ഇപ്പം ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ എത്രത്തോളം അപകടകരമാണ് ആ അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രോഗാവസ്ഥ ബാധിച്ച ഒരാൾ ഏതെല്ലാം ചികിത്സകൾക്കാണ് അവർ വിധേയരാകേണ്ടത്, അതിനെക്കുറിച്ച് പറയാം. പ്രധാനമായും ഡോക്ടർ മോഹൻ റോയ് സൂചിപ്പിച്ചതുപോലുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് ഈ രോഗത്തിനുള്ള ചികിത്സ മരുന്ന്. ഔഷധ ചികിത്സയാണ് ഈ രോഗത്തിൽ പരമപ്രധാനം. ഒരു ബൈപ്പോളാർ ഡിസോർഡർ, പ്രത്യേകിച്ച് ഉന്മാദാവസ്ഥയിലോ കടുത്ത വിഷാദാവസ്ഥയിലോ ഉള്ള ഒരു രോഗിയെ ചികിത്സിക്കാൻ പ്രാഥമികമായിട്ട് വേണ്ടത് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. ആ ചികിത്സ ചെയ്തിട്ട് മാത്രമേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂ. എന്ന് മാത്രമല്ല, അത്തരം ഒരു ചികിത്സ കൊടുക്കേണ്ടത് പരമപ്രധാനമാണ്. ഒരു ഉന്മാദാവസ്ഥയിൽ ഒരു രോഗി അയാളുടെ കുടുംബത്തിനും അയാളുടെ തന്നെ ഭാവി ജീവിതത്തിനും ഉണ്ടാക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് വളരെ കടുത്തതാണ്. അയാളുടെ ജീവിതം തന്നെ തകർന്നു പോകും. ഇപ്പോൾ ബാങ്ക് മാനേജർമാരാണെങ്കിൽ കണ്ടമാനം ലോൺ കൊടുക്കും, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ എല്ലാ തൊഴിലിലും. അപ്പം പരമപ്രധാനം ഔഷധ ചികിത്സയാണ്. അതിനകത്ത് മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു. മൂഡ് സ്റ്റെബിലൈസർ പല തരത്തിലുള്ള മരുന്നുകളുണ്ട്. സോഡിയം വാൽപ്രോയേറ്റ് ഒരു പ്രധാനപ്പെട്ട മൂഡ് സ്റ്റെബിലൈസറാണ്. ലിത്തിയം എന്ന് പറയുന്ന മരുന്ന് വേറൊരു മൂഡ് സ്റ്റെബിലൈസറാണ്. പിന്നെ മൂന്നാമതായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് കാർബാസെപ്പിൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മരുന്ന്. ആ മരുന്നിൻ്റെ മറ്റു ചില ചെറിയ തോതിലുള്ള വ്യത്യാസമുള്ള ചില മരുന്നുകൾ. ഇതെല്ലാം തന്നെ വളരെ കാലമായിട്ട്, വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് രോഗികളിൽ പലതരം അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നതാണ്. ഈ അസുഖത്തിന് മാത്രം ഉപയോഗിക്കുന്ന മരുന്നല്ല. ഉദാഹരണത്തിന് സോഡിയം വാൽപ്രോയേറ്റ് എന്ന് പറയുന്നത് അപസ്മാര രോഗമുള്ള ആളുകൾക്ക് ജീവിതകാലം മൊത്തം കഴിക്കുന്ന മരുന്നാണ്. അപ്പോൾ അത് സുരക്ഷിതമായ മരുന്നുകളാണ് ഇതെല്ലാം. ലിത്തിയം എന്ന് പറയുന്നത് 50-ലധികം വർഷം വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മരുന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും അത് എങ്ങനെ ദോഷഫലങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളതെല്ലാം വളരെ വ്യക്തമാണ്, ശാസ്ത്രീയമായിട്ട് അറിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സുരക്ഷിതമായ മരുന്നുകളാണിവ. മരുന്നുകൾ കഴിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാനും അത്തരം പാർശ്വഫലങ്ങൾ വരാതെ മരുന്ന് കഴിക്കാനും പറ്റും. അപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. രോഗാവസ്ഥയിൽ മാത്രം മരുന്ന് കഴിച്ചാൽ പോരാ. കാരണം ഇത് ആവർത്തന സാധ്യതയുള്ള രോഗമാണ്. ഈ മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ പോലെ തന്നെയാണ്. നിങ്ങൾ ഫ്രിഡ്ജിന് കുഴപ്പമില്ല വോൾട്ടേജ് സ്റ്റെബിലൈസർ വെച്ചപ്പോൾ, അതുകൊണ്ട് എന്നാൽ പിന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ വേണ്ട, നമുക്ക് ഊരിക്കളയാം എന്ന് വിചാരിക്കരുത്. കാരണം വോൾട്ടേജ് എപ്പോഴാണ് അധികമാകുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം
ആ വോൾട്ടേജ് അധികമാവുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റെബിലൈസർ വേണം. അപ്പം രോഗാവസ്ഥയിൽ നല്ല കൂടിയ അളവിൽ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും രോഗം മാറിക്കഴിഞ്ഞാൽ കുറഞ്ഞ അളവിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചാൽ മാത്രമേ രോഗം പിന്നീട് വരാതിരിക്കൂ. ഒരു തവണ രോഗം വരുമ്പോൾ അയാൾക്കുണ്ടാകുന്നത് അയാളുടെ ആ സാമൂഹ്യാവസ്ഥയിലും കുടുംബ ബന്ധങ്ങളിലും കടുത്ത വിള്ളലും താഴ്ചയാണ് ഉണ്ടാകുന്നത്. സാമൂഹ്യാവസ്ഥയിലുള്ള താഴ്ചയാണ് ഉണ്ടാകുന്നത്. അത് രോഗം മാറി പതുക്കെ ഉയർന്നു വരുമ്പോഴായിരിക്കും അടുത്ത രോഗം വരുന്നത്, അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ വീണ്ടും അയാളുടെ അവസ്ഥ താഴോട്ട് പോകും. അത് തടയണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള മരുന്ന് കഴിക്കണം. മരുന്ന് ചിലപ്പോൾ നിർത്താൻ പറ്റും, എങ്കിലും അത് വളരെ സൂക്ഷിച്ചും ഡോക്ടറുടെ നിർദ്ദേശത്തോടനുസരിച്ചും മാത്രമേ നിർത്താൻ പാടുള്ളൂ. പിന്നെ ഇത്തരം രോഗങ്ങൾ ആവർത്തിച്ച് വരുന്നത് സമയത്ത് തുടക്കത്തിൽ ചില ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണും. ചിലർക്ക് ഉറക്കം കുറയുന്നതായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി തമാശകളധികം പറയുന്നതായിരിക്കും. ആ തുടക്കത്തിൽ തന്നെ രോഗിക്കും അടുത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുവിനും ഈ രോഗത്തിൻ്റെ തുടക്കം തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ സമയത്ത് വേണ്ട ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിന് നിയന്ത്രണത്തിൽ വരുത്താൻ പറ്റും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. പിന്നെ മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അത് ലഘൂകരിക്കാനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ മറ്റ് പല ഇടപെടലുകളും ആവശ്യമായി വരും. ഉദാഹരണത്തിന് ഇൻ്റർപേഴ്സണൽ സൈക്കോതെറാപ്പി എന്ന് പറയും. സൈക്കോതെറാപ്പിയിൽ ബൈപ്പോളാർ മൂഡ് ഡിസോർഡറിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ ഇത്തരം രോഗത്തെ വർദ്ധിപ്പിക്കാനും വീണ്ടും ഉണ്ടാക്കാനും സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം വ്യക്തിബന്ധങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ ഉന്മാദ വിഷാദ രോഗം വരാതിരിക്കാനും ഉള്ള രോഗത്തിൻ്റെ കാഠിന്യം കുറക്കാനും ഉള്ള തെറാപ്പികളുണ്ട്. അപ്പം അതുപോലുള്ള മനഃശാസ്ത്രപരമായ ചികിത്സകൾ രണ്ടാമത് മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, സാമൂഹ്യമായിട്ടുള്ള ചികിത്സ, പുനരധിവാസം, അതൊക്കെ രോഗത്തിൻ്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആരോഗ്യ ഭാരതത്തിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ അരുൺ ബി നായർ, ഉന്മാദ വിഷാദ രോഗത്തിൻ്റെ പ്രധാന ചികിത്സാ മേഖലകളെ കുറിച്ചിട്ടും ഏതെല്ലാം ചികിത്സകൾക്കാണ് ഒരു രോഗി വിധേയരാകേണ്ടതിനെ കുറിച്ചിട്ടെല്ലാം സംസാരിക്കേണ്ടായി. എപ്പോഴാണ് ഇത്തരം രോഗികൾക്ക് ഹിപ്നോട്ടിസം ആവശ്യമായി വരിക, അല്ലെങ്കിൽ ഇത് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണോ? ഡോക്ടറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ജനങ്ങൾക്ക് വളരെയധികം തെറ്റിദ്ധാരണയുള്ള ഒരു സംഗതിയാണ് ഹിപ്നോട്ടിസം. പലപ്പോഴും വളരെ അക്രമാസക്തരായ രോഗികളെ കൊണ്ടുവന്നിട്ട് മാതാപിതാക്കൾ പറയാറുണ്ട്, ഡോക്ടർ ഹിപ്നോട്ടിസം നടത്തി അവൻ്റെ മനസ്സിൽ നിന്ന് ഈ രോഗത്തെ ഒന്ന് പറിച്ചെറിഞ്ഞു തരണം. വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം ഹിപ്നോട്ടിസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു റിലാക്സേഷൻ രീതിയാണ്. മനസ്സിൻ്റെ ഉത്കണ്ഠയും സമ്മർദ്ദങ്ങളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു റിലാക്സേഷൻ പരിശീലനമാണത്. ചില പ്രത്യേക അവസ്ഥകൾക്ക് ഹിപ്നോട്ടിസം ഉപകാരപ്പെട്ടേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാനസിക സമ്മർദ്ദ അനുഭവത്തെ തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തെ ഒരു ഹിപ്നോട്ടിക് റിലാക്സേഷനിലേക്ക് കൊണ്ടുപോയി ഒരു സജഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ രോഗലക്ഷണം മാറിയെന്നിരിക്കാം. പക്ഷേ ഈ ഉന്മാദ വിഷാദം പോലെയോ സ്കിസോഫ്രീനിയ പോലെയോ ഉള്ള അല്പം ഗൗരവ സ്വഭാവമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹിപ്നോട്ടിസം ഫലപ്രദമല്ല. മാത്രമല്ല, പലപ്പോഴും ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഈ രോഗാവസ്ഥ അല്പം കൂടെ വഷളാകുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ ഉന്മാദ വിഷാദ രോഗം പോലെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ പറഞ്ഞ പോലെ ഔഷധ ചികിത്സയാണ്. കാരണം തലച്ചോറിലുള്ള രാസ തന്മാത്രകളുടെ അളവിനെ തിരുത്തുക എന്നുള്ളതാണ് ഔഷധ ചികിത്സ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നിശ്ചിത കാലം ഈ ഔഷധ ചികിത്സ തുടരുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ജീവിതത്തിൽ ആദ്യമായി വിഷാദ രോഗം വരുന്ന ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞ് ഒരു 9 മാസം കൂടെയെങ്കിലും മരുന്ന് തുടരേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നിൻ്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് അത് നിർത്താൻ ശ്രമിക്കാം. നല്ലൊരു ശതമാനം ആളുകളിൽ ഫലപ്രദമായിട്ട് അത് നിർത്താനും പറ്റും. ആദ്യമായി ഉന്മാദ രോഗം വരുന്നൊരു വ്യക്തിക്കാണെങ്കിൽ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി മാറി ഒരു 6 മാസം കൂടെയെങ്കിലും മരുന്ന് തുടരേണ്ടതുണ്ട്. 6 മാസത്തിന് ശേഷം മരുന്നിൻ്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് നിർത്താം. പക്ഷേ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു പ്രധാന പ്രശ്നം, ഈ ഉന്മാദ രോഗമൊക്കെ വന്ന് ചികിത്സ എടുത്ത് 2-3 ആഴ്ച കൊണ്ട് ചിലപ്പോൾ ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറും. ഒരു പനി വന്നിട്ട് അത് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5, 6, 7 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞേക്കാം. ഭേദപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തുടർ ചികിത്സയ്ക്ക് ആരും നിർദ്ദേശിക്കാറില്ല.
അതേപോലെ ജനങ്ങൾ ധരിക്കുന്നു, ഈ ഉന്മാദ രോഗം അങ്ങ് മാറിക്കഴിഞ്ഞു, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ധാരണ. പക്ഷേ വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം ഈ മസ്തിഷ്കത്തിലെ രാസവ്യതിയാനങ്ങൾ മരുന്നുകളുടെ സഹായമില്ലാതെ ക്രമമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഈ പറഞ്ഞ 6 മാസം തൊട്ട് 9 മാസം വരെ സമയം വീണ്ടും എടുക്കും രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും മാറിയിട്ട്. അതുകൊണ്ട് തന്നെ നിശ്ചിത കാലം മരുന്ന് തുടരേണ്ടത് അത്യാവശ്യമായി വരികയാണ്. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ആവർത്തന സ്വഭാവമുള്ള ഒരു രോഗമാണ് ഈ ബൈപ്പോളാർ ഡിസോർഡർ. ഇപ്പം നിശ്ചിത കാലം മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, അഥവാ രോഗലക്ഷണങ്ങൾ കുറഞ്ഞു കഴിയുമ്പോൾ പൊടുന്നനെ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ തലച്ചോറിലെ രാസവ്യതിയാനങ്ങൾ വീണ്ടും ബാക്കി നിൽക്കുകയാണ്. തുടർന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മർദ്ദം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കം കുറഞ്ഞാൽ പോലും വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിശ്ചിത കാലം മരുന്ന് തുടരണം, ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ടേ നിർത്താൻ പാടുള്ളൂ, ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ മരുന്ന് നിർത്താൻ ശ്രമിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, പലപ്പോഴും ഒരു പ്രത്യേക അവസ്ഥയിൽ കാറ്ററ്റോണിയ എന്ന ഒരു രോഗാവസ്ഥയിലേക്ക് ഈ ബൈപ്പോളാർ ഡിസോർഡർ രോഗികൾ എത്തിച്ചേരാം. കാറ്ററ്റോണിയ പലപ്പോഴും വിഷാദ രോഗം തീവ്രമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. രോഗി സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ചലനശേഷി പോലും ഇല്ലാതെ ഒരു പ്രതിമയെ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ രോഗിയുടെ ജീവന് തന്നെ അപകടം വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ഈ രോഗാവസ്ഥ പെട്ടെന്ന് ഭേദപ്പെടുന്നത് അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അഥവാ ഷോക്ക് ചികിത്സ എന്നൊരു ചികിത്സാ രീതി വരുന്നത്. അപ്പോൾ ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരാളിനെ ഇങ്ങനെ അങ്ങോട്ട് കിടത്തിയിട്ട് നേരെ ഒരു ഇലക്ട്രിക് ഷോക്ക് എടുത്ത് അങ്ങോട്ട് അടുപ്പിക്കുകയും അതോടുകൂടി വലിയ തകരാറുകൾ ഉണ്ടാകുകയും ചെയ്യും എന്നാണ് ജനത്തിൻ്റെ ഒരു ധാരണ. പക്ഷേ ഈ ഷോക്ക് ചികിത്സയുടെ ഇന്നത്തെ രീതി, രോഗിയെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി മയക്കുമരുന്നൊക്കെ നൽകി പൂർണ്ണമായും അബോധാവസ്ഥയിൽ എത്തിച്ച ശേഷം വളരെ ചെറിയ അളവിലുള്ള ഒരു കറണ്ട് പാസ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കൈയുടെ ഭാഗങ്ങൾ മാത്രം ചെറിയ തോതിലുള്ള ഒരു ചലനം വരും. ഒരു 10-30 സെക്കൻഡ് ആ ചലനം നീണ്ടു നിൽക്കും. ഈ ഒരു ഇലക്ട്രിക് ചികിത്സ വഴി തലച്ചോറിലെ രാസവ്യതിയാനങ്ങൾ പരിഹരിക്കാനും വളരെ വേഗം രോഗലക്ഷണങ്ങൾ ഭേദപ്പെടുത്താനും കഴിയും. കാരണം ഈ കാറ്ററ്റോണിയ പോലെയുള്ള ഒരു അവസ്ഥയിൽ 1-2 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ രോഗി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും 1-2 ഷോക്ക് ചികിത്സ കൊടുക്കുമ്പോൾ തന്നെ ഈ രോഗി സംസാരിച്ചു തുടങ്ങുന്നു, ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു, വെള്ളം കുടിച്ചു തുടങ്ങുന്നു, മരുന്ന് കഴിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചികിത്സാ രീതി കൂടെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളൊന്നും വേണ്ട, തീർത്തും സുരക്ഷിതമായ ഒരു ചികിത്സാ രീതിയാണ് ഈ പറഞ്ഞ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഓക്കെ, ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഉന്മാദ വിഷാദ രോഗങ്ങളിൽ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു മേഖലയാണ് അവരുടെ പുനരധിവാസം എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം രോഗികളുടെ ഒരു പുനരധിവാസം, അതിനെക്കുറിച്ചാണ്? ആവർത്തന സ്വഭാവമുള്ള ഒരു രോഗത്തിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും. ആവർത്തന സ്വഭാവമുള്ള രോഗം, അതും ഉന്മാദവും വിഷാദവും എത്തുന്ന ഒരവസ്ഥ. അതെ, തീർച്ചയായും വീണ്ടും ആ വ്യക്തിയെ നാം നേരത്തെ സൂചിപ്പിച്ച അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ രക്ഷിക്കണം. അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം മരുന്ന് ചികിത്സ തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്മാദാവസ്ഥയും വിഷാദാവസ്ഥയും ചികിത്സിച്ചില്ലെങ്കിൽ വീണ്ടും ഉന്മാദവും വിഷാദവും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോരോ ഉന്മാദാവസ്ഥയും വിഷാദാവസ്ഥയും വരുമ്പോൾ നാം നേരത്തെ കണ്ടതുപോലെ തലച്ചോറിലെ രാസതന്മാത്രകളുടെ അളവിലെ വ്യതിയാനമാണ് ഈ അസുഖങ്ങളുടെ അടിസ്ഥാന കാരണം. ഓരോ പ്രാവശ്യവും തലച്ചോറിലെ രാസതന്മാത്രകളുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയാണ്. തലച്ചോറിലെ കോശങ്ങളുടെ ഒരു പ്രത്യേകത, ഒരിക്കൽ നശിച്ചാൽ തലച്ചോറിലെ കോശങ്ങൾ വീണ്ടും പുനർജനിക്കുകയില്ല. തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് നമ്മുടെ കഴിവുകളായ ബുദ്ധിശക്തി, ഓർമ്മ, ഏകാഗ്രത, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ്, ഇവയൊക്കെ നഷ്ടപ്പെടുന്നു. ഇവ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നം, ഈ 3 കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പുനരധിവാസ പ്രക്രിയയെക്കുറിച്ച് ആലോചിക്കുന്നത്. പുനരധിവാസത്തിൽ ആദ്യത്തെ പ്രക്രിയ ശരിയായ രോഗനിർണയമാണ്. തീർച്ചയായിട്ടും. കൃത്യമായ രോഗനിർണയത്തിന് ശേഷം ശരിയായ അളവിൽ മരുന്ന് ചികിത്സ നടത്തുക എന്നുള്ളതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറയുന്ന അത്രയും അളവിൽ അതേ ഡോസിൽ കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നുകളാണ്, അവ കൂടുതൽ നാൾ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞ് നിർത്താം, കിഡ്നിക്കും തലച്ചോറിനും കരളിനുമൊക്കെ കേടുപാടുകൾ വരുമെന്നുള്ള ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. ഇതുകൊണ്ടാണ് നിർഭാഗ്യവശാൽ രോഗികൾ മരുന്ന് നിർത്താൻ നിർബന്ധിതരാകുന്നതും വീണ്ടും അസുഖം വരുന്നതും. ഒരിക്കലും അത് ഉണ്ടാവരുത്. ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മരുന്നുകൾ കഴിക്കുക, അതിനുശേഷം മരുന്നിൻ്റെ അളവ് കുറച്ച് നിർത്തുക. ഇതോടൊപ്പം തന്നെ നാം എപ്പോഴും ശ്രദ്ധിക്കണം, രോഗം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാം, ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മൾ ഫാമിലി തെറാപ്പി എന്ന് പറയും. അതുപോലെ സമൂഹവുമായിട്ടുണ്ടാകുന്ന പ്രശ്നം സൈക്കോ സോഷ്യൽ, മനോസാമൂഹിക ചികിത്സ എന്ന് പറയും. ഇൻ്റർപേഴ്സണൽ തെറാപ്പി, വ്യക്തിയുടെ വ്യക്തിബന്ധങ്ങൾ, ഓരോ പ്രാവശ്യവും ഉന്മാദാവസ്ഥ
വിഷാദാവസ്ഥയുള്ള ഒരാളെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം മറ്റുള്ളവരോട് ഇടിച്ചു കയറി സംസാരിക്കുന്നു, അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നു, അവരെ വഴക്ക് പറയുന്നു. വിഷാദാവസ്ഥയിൽ നേരെ തിരിച്ച് ആരോടും ഇടപഴകുന്നില്ല, സംസാരിക്കുന്നില്ല. ഓരോ ഉന്മാദ വിഷാദ അവസ്ഥയിലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സമൂഹത്തെയും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകണം. ഇത്തരത്തിൽ മരുന്ന് ചികിത്സയും മനോസാമൂഹിക ചികിത്സയും അവബോധ സ്വഭാവ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇവരുടെയൊക്കെ ഒരു സംയോജിത ചികിത്സാ പദ്ധതിയിലൂടെ മാത്രമേ ഇത്തരം രോഗികളെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ആരോഗ്യഭാരതത്തിൽ നിന്ന് സംസാരിച്ചത് ഉന്മാദ വിഷാദ രോഗം അഥവാ ബൈപോളാർ ഡിസോർഡറിൻ്റെ എന്താണെന്നും ആ അവസ്ഥ എന്താണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ രീതി, അതുപോലെ തന്നെ അവരുടെ പുനരധിവാസം, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് ഡോക്ടർ കെ പി ജയപ്രകാശ്, അതുപോലെ തന്നെ ഡോക്ടർ അരുൺ പി നായർ, ഡോക്ടർ മോഹൻ റോയ്. ഇവർക്ക് ദൂരദർശന ഭാഗത്തുനിന്നുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ആരോഗ്യഭാരതം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.